പരസ്യപ്രചരണത്തിനും നിശബ്ദ പ്രചരണത്തിനുമൊടുവിൽ വരിനിന്ന് വിരലിൽ മഷിതേച്ച് കുഞ്ഞു വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. പിലിക്കോട് പാടിക്കയിൽ ഗവൺമെന്റ് യുപി സ്കൂളിൽ പാർലമെന്റ് രീതിയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് പുതിയ അനുഭവമായി. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കുട്ടികളിൽ ജനാധിപത്യ ബോധവും തെരഞ്ഞെടുപ്പിന്റെ രീതിശാസ്ത്രവും ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പാടിക്കയിൽ ഗവൺമെന്റ് യുപി സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും പാലിച്ചുകൊണ്ട് ക്ലാസ് ലീഡർ, സ്കൂൾ ലീഡർ സ്ഥാനങ്ങളിലേക്കാണ് കുഞ്ഞു വോട്ടർമാർ വിധിയെഴുതിയത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, പത്രിക പിൻവലിക്കൽ, പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം, പോളിംഗ് ഓഫീസർമാരുടെ നിയമനം, പോളിംഗ് ബൂത്ത് ക്രമീകരണം, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തയ്യാറാക്കൽ എന്നിവയെല്ലാം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയും കടന്നുപോയി. വോട്ടേഴ്സ് സ്ലിപ്പുമായി ബൂത്തിൽ പ്രവേശിച്ച കുട്ടികൾ ഒപ്പ് രേഖപ്പെടുത്തി ഇടത് കൈവിരലിൽ മഷിതേച്ച് സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ക്ലാസ് ലീഡർക്കും സ്കൂൾ ലീഡർക്കും പ്രത്യേകം വോട്ടിംഗ് മെഷീൻ തയ്യാറാക്കിയിരുന്നു. പ്രധാന അധ്യാപകൻ കെ സുഗതൻ മാഷും മറ്റ് അധ്യാപകരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. 1 മുതൽ 7 വരെയുള്ള എല്ലാ ക്ലാസ്സിലെ കുട്ടികളെയും അവരവരുടെ ക്ലാസ് ലീഡറെയും തെരഞ്ഞെടുത്തു. അതുപോലെ സ്കൂൾ ലീഡറെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ വോട്ടെടുപ്പ് പ്രക്രിയ നടന്നിട്ടുള്ളത്. കുട്ടികൾക്ക് അതിനെപ്പറ്റി അവബോധം ഉണ്ടാക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിബ ഷെറിൻ, ആദിശ്രീ, മുഹമ്മദ് മെഹജബീർ, തനയ, ആദികേശ്, വാഫിയ, ദേവാൻഷ്, വൈഡൂര്യ സുനിൽകുമാർ, അനുഷ്ക ജയൻ, നിയായസ് ബാബു, സഫ സുബീർ, വൈശാഖ്, ആദിൽ രഘുനാഥ് എന്നിവർ 1 മുതൽ 7 വരെ ക്ലാസുകളിലെ ക്ലാസ് ലീഡർമാരായും ആദിദേവ് സുകേഷ് സ്കൂൾ ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ GPS പാടിക്കലിന്റെ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്കാണ് മത്സരിച്ചത്. നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ നടക്കുന്ന പോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് സജ്ജീകരിച്ചിരുന്നത്. 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം നമ്മൾ നൽകിയിട്ടുണ്ട്. ഞാൻ സ്കൂൾ ലീഡർ ആയാലും സ്കൂളിലെ നല്ല അച്ചടക്കമുള്ള ഒരു സ്കൂളും അതുപോലെ കൂട്ടുകാർക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ മുന്നിട്ട് നിന്ന് ഒരു പടത്തലവനെ പോലെ തന്നെ ഞാൻ ഉണ്ടാകും. കുട്ടികൾക്ക് ജനാധിപത്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മളുടെ സ്കൂളിൽ വോട്ടെടുപ്പ് നടന്നു. ഇതിലൂടെ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വോട്ട് ചെയ്തു. അതിഗംഭീരമായി തന്നെയാണ് സ്കൂൾ പാർലമെന്റ് മുമ്പോട്ട് പോയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.